നമ്മൾ നോക്കുന്നത് സിംഗിൾടൺ ഡിസൈൻ പാറ്റേണിനെ കുറിച്ചാണ്. സിംഗിൾടൺ ഡിസൈൻ പാറ്റേൺ ഒരു സോഫ്റ്റ്വെയർ ഡിസൈൻ പാറ്റേൺ ആണ്. 3 കാറ്റഗറി ഓഫ് സോഫ്റ്റ്വെയർ ഡിസൈൻ പാറ്റേൺ ഉണ്ട്. സ്ട്രക്ചറൽ, ക്രിയേഷണൽ ആൻഡ് ബിഹേവിയറൽ. ഫ്ലട്ടറിൽ ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് അപ്ലിക്കബിൾ ആക്കാൻ പറ്റുന്ന ഒരു ഡിസൈൻ പാറ്റേൺ ആണ് സിംഗിൾടൺ. ഓക്കെ, സിംഗിൾടൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു ഡാറ്റാബേസ് ഡാറ്റാബേസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഫയർബേസിൻ്റെ ഒരു ഇൻസ്റ്റൻസ് നിങ്ങൾ ആപ്പിൽ ഫയർബേസ് യൂസ് ചെയ്യാണ്. ഫയർബേസിൻ്റെ ഇൻസ്റ്റൻസ് മൾട്ടിപ്പിൾ ടൈംസ് ത്രൂ ഔട്ട് സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഒരു തവണ ഇനീഷ്യലൈസ് ചെയ്ത് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനാണ് സിംഗിൾടൺ ഡിസൈൻ പാറ്റേൺ എന്ന് പറയുന്നത്. അതായത് മൾട്ടിപ്പിൾ ടൈംസ് ഉള്ള ഇനീഷ്യലൈസേഷൻ പ്രിവെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് സിംഗിൾടൺ ഡിസൈൻ പാറ്റേണിൻ്റെ മെയിൻ എയിം. ഇതന്നെയാണ് ബേസിക്കലി ഇത് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഫയർബേസ് മാത്രമല്ല, ഡാറ്റാബേസ് അല്ലെങ്കിൽ വെർണിംഗ് സർവീസസ്, ലോട്ട് ഓഫ് തിങ്സ് ഫ്ലട്ടർ ഡെവലപ്പർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇംപ്ലിമെൻറ്റേഷൻ ഭയങ്കര സിമ്പിളാണ്. കാണിച്ചു തരാം. ഡാർട്ടിലാണ് കാണിച്ചിരുന്നത്. ഫ്ലട്ടർ പ്രൊജക്റ്റിൻ്റെ ആവശ്യമില്ല. സോ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ഡാർട്ട് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ടെർമിനലിൽ പോയിട്ട്, അല്ലെങ്കിൽ വിൻഡോസിലാണെങ്കിൽ ടെർമിനൽ കമാൻഡ് പ്രോംപ്റ്റ്, ഐ തിങ്ക് CMD പോയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഡെസ്ക്ടോപ്പിലേക്ക് പോവാണ്. ഇവിടെ ഞാൻ ഡാട്ട് മേക്ക് ഷുവർ ഡാട്ട് ഇസ് ഇൻസ്റ്റാൾഡ്. ഫ്ലട്ടർ ഇൻസ്റ്റാൾ ചെയ്താൽ ഡാട്ട് ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആവുന്നതിൻ്റെ കൂടെ. അപ്പം ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ദെൻ ഡാട്ട് ക്രിയേറ്റ് സിംഗിൾ ടൺ. ഓക്കെ, so yeah, the project is created. You can see it's here. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോകാം. CD singleton. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ VS Code can use any text editor. VS Code ആണ് യൂസ് ചെയ്യുന്നത്. CD install singleton. നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പേര് ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ കയറി. നമുക്ക് ഇവിടെ VS Code ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതാണ് ഒരു ഡാറ്റ് പ്രോജക്റ്റിൻ്റെ സ്ട്രക്ചർ. നമുക്ക് ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റ് നമുക്ക് വേണ്ട. ലിപ്പ് ഉണ്ട്, ലൈബ്രറി ഉണ്ട്, അതും വേണ്ട. നമുക്ക് ബിന്നാണുള്ളത്. ബിന്നിലാണ് നമുക്ക് കോഡ് ചെയ്യുന്നത്. ഇതെല്ലാം എടുത്ത് കളയാം, അതൊന്നും വേണ്ട. ഓക്കെ, പ്ലസ് നമുക്ക് മെയിനിലേക്ക് ലാസ്റ്റ് വരാം. അപ്പം ആക്ച്വലി ഞാൻ പറഞ്ഞത് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ പാർട്ടാണ്. നമുക്ക് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം ഫസ്റ്റ്. ഫോർ എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ഡാറ്റാബേസ് എന്ന് പറഞ്ഞ പേരിലൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഡാറ്റാബേസ് ഞാനിതിൻ്റെ ബിഫോറും ആഫ്റ്ററും, അതായത് നമ്മൾ എന്തിനാണ് ഇത് ചെയ്യണത്, അതായത് സിംഗിൾടൺ ഇംപ്ലിമെൻ്റ് ചെയ്യാതെ എന്ത് പ്രോബ്ലം ആണുള്ളതെന്ന് കാണിച്ചു തരാം ഫസ്റ്റ്. സോ ഞാനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഞാനൊരു അൺനെയിംഡ് കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാണ്. അവിടെ ഞാനൊരു പ്രിൻറ്റ് ഹലോ കൊടുക്കാം. ജസ്റ്റ് ഞാൻ മെയിനിൽ വന്നു. ഇനി മെയിനിൽ ഞാൻ ഇത് ക്രിയേറ്റ് ചെയ്ത് ഇനീഷ്യലൈസ് ചെയ്ത് ഒരു തമ്മിലൂടെ ഇനീഷ്യലൈസ് ചെയ്ത് അത് ഈ ഹലോ മൾട്ടിപ്പിൾ ടൈംസ് ഇവിടെ പ്രിൻ്റ് ആവും. ഓക്കെ, ബട്ട് ആസ് എ ഡാറ്റാബേസ് ഇത് മൾട്ടിപ്പിൾ ടൈംസ് ഇവിടെ പ്രിൻ്റ് ആവേണ്ട ആവശ്യം. മൾട്ടിപ്പിൾ ടൈംസ് ഫോർ എക്സാമ്പിൾ ഇവിടെ ഡാറ്റാബേസായിട്ട് കണക്ട് ചെയ്യുന്ന കോഡാന്ന് വെച്ചോ. കോഡ് ടു കണക്ട് വിത്ത് ക്ലൗഡ് ഡാറ്റാബേസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു നെറ്റ്വർക്ക് കോളും API കോൾസ് എല്ലാം അവിടെ ഉണ്ടാവും. മേ ബി അപ്പോൾ അത്രയും റിസോഴ്സ് അവിടെ വേസ്റ്റ് ചെയ്യാണ്. അതിൻ്റെ ആവശ്യമില്ല. മേ ബി ടൈം കൺസ്യൂം ചെയ്യും, അല്ലെങ്കിൽ ഡാറ്റ കൺസ്യൂം ചെയ്യും, സ്പേസ് കൺസ്യൂം ചെയ്യും. അപ്പോൾ ഇതിനൊന്നും ആവശ്യമില്ല. അപ്പം നമുക്ക് മാക്സിമം സോഫ്റ്റ്വെയർ ഫാസ്റ്റ്, സിമ്പിൾ ആൻഡ് ടൈം മെമ്മറി എഫിഷ്യൻ്റ് എല്ലാം ആക്കാനാണ് എല്ലാവരും ശ്രമിക്കുക. സോ ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇത് ഒറ്റ തവണ റൺ ചെയ്താൽ മതി. ഇതൊരു ഡെവലപ്പർ മിസ്റ്റേക്കാണ്. മൾട്ടിപ്പിൾ ടൈംസ് ഇനീഷ്യലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡെവലപ്പർ ചെക്ക് ചെയ്യാൻ. ബട്ട് ഇത് എത്രത്തോളം ഒരു പ്രൊജക്റ്റ് ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ചെക്ക് ചെയ്യാനൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം മൾട്ടിപ്പിൾ ഡെവലപ്പേഴ്സ് വർക്ക് ചെയ്യും. മേ ബി 10s or 20 ഓഫ് മേ ബി മില്യൺസ് ഓഫ് ഡെവലപ്പേഴ്സ് വർക്ക് ചെയ്യുന്ന കോഡ് ഉണ്ട് ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ റിസോഴ്സ് സോഫ്റ്റ്വെയർ ലെസ് എഫിഷ്യൻ്റ് ആവും. ആ കേസിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ് സിംഗിൾടൺ. ബട്ട് ഈ ഒരു ബിഹേവിയർ വേണ്ടി വരുന്ന കേസ് ഉണ്ടാവും. അവിടെ ഒരിക്കലും സിംഗിൾടൺ പോയി ഇംപ്ലിമെൻ്റ് ചെയ്യരുത്. ക്ലാസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാനൊരു കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫോർ എക്സാമ്പിൾ ആപ്പ് തീം എന്നൊരു പേര് ആപ്പ് തീം കൊണ്ട് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ആപ്പ് തീം ബി മൾട്ടിപ്പിൾ ആപ്പ് തീംസ് ഉണ്ട്. ലൈറ്റ് തീം ഉണ്ടാവും, ഡാർക്ക് തീം ഉണ്ടാവും. അപ്പോഴേക്ക് 2 തവണ ഇനീഷ്യലൈസ് ചെയ്യേണ്ടി വരും, ലൈറ്റും ഡാർക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പോയി ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത് ഇത് സിംഗിൾടൺ ആണ്. സിംഗിൾ ടൈം ഇനീഷ്യലൈസ് ചെയ്യാൻ ത്രൂ ഔട്ട് ദ സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ,
ഓക്കെ ഫൈൻ. സോ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. വെരി ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ഇതിൻ്റെ തന്നെ ഇൻസ്റ്റൻസ് ഇത് ക്രിയേറ്റ് ചെയ്യാനുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. അത് സ്റ്റാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. സ്റ്റാറ്റിക് ഡാറ്റാബേസ് നമ്മൾ കൊടുക്കുന്നത് ഇൻസ്റ്റൻസ് എന്ന പേര് കൊടുക്കാം. എന്ത് പേരും കൊടുക്കാം. പക്ഷേ ഇൻസ്റ്റൻസ് അത് പ്രൈവറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാം. നള്ളബിൾ ആക്കണം. കാരണം ഞാൻ പറഞ്ഞുതരാം. അതൊന്ന് ചെക്ക് ചെയ്യുക. അതായത് ആക്ച്വലി ഇത് നള്ളാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ പുതിയത് ക്രിയേറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യും. അപ്പോൾ നള്ളബിൾ ആക്കി വെക്കണം. ഓക്കെ. നമുക്ക് ഇനി ഇവിടെ ഒരു രണ്ട് മെത്തേഡ് ഉണ്ട്. നമുക്ക് മേ ബി വി ക്യാൻ ഫൈൻഡ് തേർഡ് വൺ. രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് ഗെറ്റർ ഫംഗ്ഷൻ യൂസ് ചെയ്ത് ചെയ്യാം, അല്ല ഫാക്ടറി വെച്ചിട്ട് ചെയ്യാം. റെഗുലർ ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനൊരു ഫസ്റ്റ് ഞാൻ രണ്ട് മെത്തേഡും കാണിച്ചു തരാം. ഞാനൊരു ഗെറ്റർ ഫംഗ്ഷൻ വെച്ച് ചെയ്യാൻ പറ്റും. അത് കാണിച്ചു തരാം ഫസ്റ്റ്. അതായത് സോറി, ഡാറ്റാബേസ് റിട്ടേൺ ടൈപ്പ് കൊടുത്തു, ഗെറ്റ് കൊടുത്തു, ഗെറ്റ് കീവേഡ്, ആട്ടിലുള്ള ഗെറ്റ് കീവേഡ് കൊടുത്തു, അതിൻ്റെ പേര് കൊടുത്തു ഇൻസ്റ്റൻസ്. എന്ത് പേരും കൊടുക്കാൻ വേണ്ടി ഇൻസ്റ്റൻസ് ആണ് കൊടുക്കുന്നത്. ഇൻസ്റ്റൻസ് കൊടുത്തു. ഇവിടെ ഞാൻ റിട്ടേൺ ചെയ്യാം. എനിക്ക് ഇവിടെ ഞാൻ ചെക്ക് ചെയ്യണം. അതായത് ഇത് ഓൾറെഡി ഇത് നള്ളബിൾ ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യണം. അപ്പം ഞാൻ ചെക്ക് ചെയ്യാം. ഇഫ് അണ്ടർസ്കോർ ഇൻസ്റ്റൻസ് ഈക്വൽസ് ടു നൾ ആണെന്നുണ്ടെങ്കിൽ ഐ ഷുഡ് റിട്ടേൺ സംതിങ്. ഇവിടെ റിട്ടേൺ ചെയ്യേണ്ടതിൻ്റെ പുതിയ ഒബ്ജക്റ്റാണ്. പുതിയ ഒബ്ജക്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഷോർട്ട് കട്ടല്ല, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് ഞാൻ ഒരു പ്രൈവറ്റ് കൺസ്ട്രക്ടറും കൂടെ ക്രിയേറ്റ് ചെയ്യാം. അതായത് പ്രൈവറ്റ് കൺസ്ട്രക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തന്നെ പ്രൈവറ്റ് കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാം. നെയിംഡ് കൺസ്ട്രക്ടർ ആയിക്കോട്ടെ. ഓക്കെ, നെയിംഡ് കൺസ്ട്രക്ടറാണ്. നെയിംഡ് പ്രൈവറ്റ് കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഞാൻ ക്ലാസ്സിൻ്റെ പേര് കൊടുത്തു. പീരീഡ് ഒരു അണ്ടർസ്കോർ പ്രൈവറ്റ് ആക്കണം. ക്ലോസ് ചെയ്യാം. അവിടെ നമുക്ക് എന്ത് പേരും കൊടുക്കാം. ബട്ട് ഞാൻ ജസ്റ്റ് അണ്ടർസ്കോർ കൊടുത്തിട്ട് ക്ലോസ് ചെയ്തതാണ്. ഇതാണ് പ്രൈവറ്റ് കൺസ്ട്രക്ടർ. ഈ പ്രൈവറ്റ് കൺസ്ട്രക്ടറുടെ റെഫറൻസ് ആണ് നമ്മളിവിടെ കൊടുക്കാം. ഓക്കെ, ഇത് നള്ളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അണ്ടർസ്കോർ ഇൻസ്റ്റൻസ് ഈക്വൽസ് ടു പ്രൈവറ്റ് കൺസ്ട്രക്ടർ എന്ന് കൊടുക്കാം. ഓക്കെ, ഇതാണ് റിസൾട്ട് അടിക്കാം. ഓക്കെ, ഇതാണ് പ്രൈവറ്റ് കൺസ്ട്രക്ടർ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫൈനലി നമുക്ക് റിട്ടേൺ ചെയ്യാം. റിട്ടേൺ ചെയ്യേണ്ടത് അണ്ടർസ്കോർ ഇൻസ്റ്റൻസ് ആണ്. ഇത് എന്തായാലും നള്ളാവില്ല, കാരണം നമ്മളിവിടെ ചെക്ക് ചെയ്തു. നള്ളാന്ന് അസൈൻ ചെയ്യും. ഓക്കെ, അപ്പം വി ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ്സ് നോട്ട് ഇതൊരിക്കലും നള്ളാവില്ല എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ ഫൈൻ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നമ്മളിവിടെ യൂസ് ചെയ്യാൻ അണ്ടർസ്കോർ ഇൻസ്റ്റൻസ് അല്ല, ഇവിടെ നമുക്ക് സ്റ്റാറ്റിക് ആയിട്ട് കീപ്പ് ചെയ്യാം. നമുക്ക് ഇൻസ്റ്റൻസ് കൊടുക്കാം. ഇവിടെയും ഇൻസ്റ്റൻസ് കൊടുക്കാം. ഓക്കെ, നമ്മൾ സേവ് ചെയ്യുമ്പോൾ എല്ലാം ഇവിടെ ഒരു സാധനം മിസ് ആവുന്നുണ്ട്. എന്തായാലും പറഞ്ഞിട്ട് ആക്ച്വലി ഈ ലോജിക്ക് നമുക്ക് കുറച്ചുകൂടെ ഷോർട്ടായിട്ട് ചെയ്യാൻ പറ്റും. അതായത് അണ്ടർസ്കോർ ഇൻസ്റ്റൻസ് ഡബിൾ ക്വസ്റ്റ്യൻ മാർക്ക് ഈക്വൽസ് ടു അതായത് നള്ളാണെന്ന് സെയിം ലോജിക്കാണ്. അത് ഷോർട്ട് ഫോമിൽ ചെയ്യാന്നുള്ളൂ. അത്യാവശ്യം ബിഗിനർ ഫോക്കസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മെറ്റീരിയൽസ് പറയുന്നത്. ഡാറ്റാബേസ് കൊണ്ട് യൂസ് ചെയ്യുക. സെയിം ലോജിക്കാണ്. മറ്റൊരു കുറച്ചും കൂടെ ബിഗിനേഴ്സിന് കുറച്ചുകൂടെ റീഡ് ഫ്രണ്ട്ലി ആയിരിക്കും. ബട്ട് ഇതാണ് കുറച്ചുകൂടെ ഷോർട്ടായിട്ടുള്ള മെത്തേഡ്. ഓക്കെ, എന്ത് റൺ ചെയ്യാം. ആക്ച്വലി ഒന്നും പ്രിൻ്റ് ആയിട്ടില്ല, കാരണം നമ്മളിവിടെ എവിടെയും പ്രിൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതാണ് കൺസ്ട്രക്ടർ. ഇവിടെ നമുക്ക് പ്രിൻ്റ് കൊടുക്കാം. സോ ഇനീഷ്യലൈസ് ആവുന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും പ്രിൻ്റ് ആവും. ഓക്കെ, നമുക്ക് വേണ്ടത് ഒറ്റ തവണ ഹലോ പ്രിൻ്റ് ആവണം. യെസ്, ഒരു തവണ ഹലോ പ്രിൻ്റ് ആയിട്ടുള്ളൂ. സോ നമുക്ക് ഡിസൈഡ് ചെയ്തുള്ള ഔട്ട്പുട്ട് കിട്ടി. ഓക്കെ, ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. അതായത് ഗെറ്റർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് യൂസിങ് ഗെറ്റേഴ്സ്. സെക്കൻഡ് മെത്തേഡാണ് കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഡെവലപ്പർ ഫ്രണ്ട്ലി ആണെന്ന് ഞാൻ പറയുന്നത്. റീസൺ പറഞ്ഞുതരാം. സെക്കൻഡ് മെത്തേഡ് യൂസിങ് ഫാക്ടറി സെക്കൻഡ് മെത്തേഡ് യൂസിങ് ഫാക്ടറി കൺസ്ട്രക്ടർ. ഫാക്ടറി എന്ന് പറഞ്ഞാൽ ഫാക്ടറിയിലെ കീവേഡാണ്. അഡ്വാൻസ് ഇല്ലാത്തൊരു ഞാൻ പറഞ്ഞുതരാം. ഫാക്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൻ്റെ ഇനീഷ്യലൈസേഷൻ മോഡിഫൈ ചെയ്യാനുള്ള ഒരു കീവേഡാണ്. എന്ത് ഇനീഷ്യലൈസ് ചെയ്യണം, എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യണം എന്നെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബൈ ഡിഫോൾട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കൺസ്ട്രക്ടർ വെച്ചിട്ട്. ബട്ട് ഈ ഫാക്ടറി എന്ന കീവേഡ് വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്താണ് ഇനീഷ്യലൈസ് ചെയ്യാൻ പോകുന്നത്. ഇതല്ല ആക്ച്വലി എന്ത് തിയറട്ടിക്കൽ ഡെഫിനേഷൻ. ബട്ട് ഇവിടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് സംഭവം നടക്കുന്നത്. ഓക്കെ,
ഞാൻ ഫാക്ടറി കൺസ്ട്രക്ടർ കൊടുക്കാം. കൺസ്ട്രക്ടർ കൊടുത്തു. ഇവിടെ സെയിം ലോജിക് നമ്മൾ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്തു. ദെൻ ഫാക്ടറി ഓക്കെ അത് കൺസ്ട്രക്ടറാണ്, സോറി. ഓക്കെ ഇവിടെ ഇത് കൊടുത്തു. ആൻഡ് വാട്ട്സ് ഡിഫറൻസ് ഒന്നുമില്ല. ബട്ട് ഇവിടെ റെഗുലർ ക്ലാസ് എങ്ങനെയാണോ ഒബ്ജക്റ്റാണ് ഇനീഷ്യലൈസ് ചെയ്യുന്നത്, അതേപോലെ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻസ്റ്റൻസ് നമുക്ക് ഒരു ഗെറ്ററിന് പോയി ആക്സസിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് റെഗുലർ ആയിട്ട് ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. സാധാ ഒബ്ജക്റ്റ് എങ്ങനെയാണ് ഇനീഷ്യലൈസ് ചെയ്യുക ഇതേപോലെ ചെയ്താൽ മതി. സോ ഐ തിങ്ക് ദിസ് ഇസ് മച്ച് ബെറ്റർ വേ. അതായത് വേറെ ഡെവലപ്പേഴ്സിന് ഒരിക്കലും ഇൻസ്റ്റൻസ് ഉണ്ടോ പോയി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് റെഗുലർ ക്ലാസ് ഒബ്ജക്റ്റ് ഇനീഷ്യലൈസ് ചെയ്യുക അതേപോലെ ചെയ്താൽ മതി. സോ ദിസ് ഇസ് മച്ച് ബെറ്റർ വൺ. ബട്ട് മേ ബി ഇത് യൂസ് ചെയ്യേണ്ട കേസ് വരാം, അപ്പോൾ അത് യൂസ് ചെയ്യണം. ഫോർ നൗ ഇറ്റ്സ് better to always use this എൻ്റെ പേഴ്സണൽ പെർസ്പെക്റ്റീവ് ആണ്. യു ക്യാൻ യൂസ് ദിസ് ഓർ ദിസ്. ഞാൻ പറയും ഒരു അത് യൂസ് ചെയ്യാനുള്ള റീസൺ അവിടെ പറഞ്ഞു. യു ക്യാൻ യൂസ് ദിസ് ഓർ വാട്ട് എവർ. അതാണ് സിംഗിൾ ടൈം. അതായത് മൾട്ടിപ്പിൾ ടൈംസ് ഇത് ഇനീഷ്യലൈസ് ചെയ്യാൻ പോകുന്നില്ല. ത്രൂ ഔട്ട് ദ സോഫ്റ്റ്വെയർ ഈ ഡാറ്റ അവിടെ മെയിൻറ്റെയിൻഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഡാറ്റാബേസ് കണക്ഷൻ അല്ലെങ്കിൽ ഫയർ ബേസിൻ്റെ ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസസ് ഒരുപാട് സ്ഥലത്ത് ഫ്ലട്ടർ ഡെവലപ്പർ ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.